ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പത്രമാറ്റ് സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജലജ നവ്യയെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കൊച്ചിന് എന്തോരം ഡ്രസ്സാണുള്ളത്. ബർത്ത്ഡേ ആയിട്ട് എല്ലാവരെയും എത്ര വില കൂടിയ ഡ്രസ്സുകളാണ് ആ കൊച്ചിന് മേടിച്ച് കൊടുക്കുന്നത്. പോരാത്തതിന് ഇന്നലെ ഒരു മാലാകക്കുട്ടിയുടെ വേഷം കൊണ്ട് വന്നായിരുന്നല്ലോ, അതിനെ പൊന്നിൻ്റെ വിലയാണ്. അല്ല, മൂർത്തീസ് ജ്വല്ലറിയുടെ MDയുടെ മോളാണല്ലോ, അതിൻ്റെ ഒരു ഇതൊക്കെ ആ കൊച്ചിന് വേണമല്ലോ. നിൻ്റെ മോൻ അനന്തപത്മനാഭൻ്റെ അച്ഛനോ അവനൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതുപോലും നടന്നില്ല. അവനെ ആദർശിൻ്റെ കൂലിക്കാരനാണ്, അതുകൊണ്ട് അത്രയ്ക്ക് അന്തസ്സ് മതിയെന്ന് ഈ ആദർശൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ കേട്ട് നവ്യ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ജലജ നിന്നിട്ട് ജലജ ഒരു പോക്കങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ദേവയാനിയും മുത്തശ്ശിയാണ് കേട്ടോ. ദേവയാനി ചോദിക്കുകയാണ്, ആ ഡോക്ടറെ അച്ഛൻ വിളിക്കാറുണ്ടോ ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന? അപ്പം മുത്തശ്ശൻ പറഞ്ഞു, വിളിക്കാറുണ്ട്. സീനിയർ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ചാലോ എന്നൊക്കെ ഞാൻ ചോദിച്ചതാണ്. പക്ഷേ എവിടെ കൊണ്ടുപോയിട്ടും ഇപ്പോഴത്തെ കണ്ടീഷൻ മാറാൻ സാധ്യത കുറവാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ആ കുട്ടി ഇപ്പോൾ എന്തായാലും ആശ്വാസത്തിലാണ്. ചന്തുമോൾ എത്തേണ്ട കൈകളിലാണല്ലോ എത്തിയിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ നയന ചന്തുമോളുമായിട്ട് അവിടെ എത്തി കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും സ്നേഹത്തോടെ മോളെ സ്നേഹിച്ച് കൂടെ നടുക്ക് തന്നെ പിടിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ച്, സുന്ദരിക്കുട്ടി ആയല്ലോ, ഈ ഡ്രസ്സ് മോൾക്ക് ആരാ എടുത്തു തന്നത് എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോഴേക്കും മോള് ദേവയാനിയെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്ന് പറഞ്ഞു. മോളുടെ ദേവയാനി മുത്തശ്ശിയാണോ എന്ന് മുത്തശ്ശി ചോദിച്ചു. അപ്പോൾ മോൾ സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് തലയാട്ടി കേട്ടോ. അപ്പോഴേക്കും ആദർശം അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി തിരിച്ച് വന്നിട്ട് വേണം, അതായത് അവർ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇനി തിരിച്ച് വന്നിട്ട് വേണം അവർക്ക് അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എടുത്തു കൊടുത്ത ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ. അപ്പോഴേ മാലാകക്കുട്ടിയുടെ ഡ്രസ്സ് എപ്പോഴാണ് ഇടുന്നത് എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ നയന പറഞ്ഞു, അത് കേക്ക് മുറിക്കുമ്പോഴാണ് ഇടുന്നത് അല്ലേ മോളെ? അപ്പോൾ ചന്ദമോൾ പറഞ്ഞു അപ്പോൾ ദേവയാനി പറഞ്ഞു, അമ്പലത്തിൽ പോയി മോളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്പൂറ്റിയോട് പ്രാർത്ഥിക്കുക കേട്ടോ. നയന പറഞ്ഞു കേട്ടോ, നമ്മളിപ്പം മോളെ ഒരുക്കിക്കൊണ്ട് പോകുന്നത് ഇവിടെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കേട്ട് മുത്തശ്ശൻ പറഞ്ഞു, അത് കാര്യമാക്കണ്ട. ദേവയാനിയും കൂട്ടിച്ചേർത്തു. അവരൊക്കെ ഇനി കേക്ക് മുറിക്കുന്ന സമയത്തും ഭയങ്കര ദേഷ്യമൊക്കെ കാണിക്കും. ദേഷ്യപ്പെടുന്നവർക്ക് അറിയില്ലല്ലോ യഥാർത്ഥ കാര്യം എന്താണെന്ന്. എന്നാൽ പോവാം മോളെ എന്ന് പറഞ്ഞ് നയനയും ആദർശം കൂടെ മോളുമായിട്ട് സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അത് കണ്ട് ദേവയാനി പറഞ്ഞു, എന്തായാലും ജലജയെ അച്ഛനും അമ്മയും വളർത്തിയതുപോലെ ചന്തുമോളെ ആദർശം നയനയും വളർത്തില്ല. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, അതുപോലെ വളർത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ജലജ ഈ വീട്ടിൽ വരുന്ന സമയത്ത് അവളെ ഉണ്ടായിരുന്നുള്ളൂ പെൺകുട്ടിയായിട്ട്. അതിൻ്റെ അമിത സ്നേഹം അവൾക്ക് കൊടുത്തുപോയി. അന്നാണെങ്കിൽ ആദർശിനെക്കാളും തിരക്കായിരുന്നു എനിക്ക്. കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചതാണെങ്കിൽ ഇവളും അനാഥക്കുട്ടി ആയതുകൊണ്ട് അമിത സ്നേഹം കൊടുത്തു. അവൾ എന്ത് അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാലും അത് തിരുത്താൻ പോയില്ല. വല്ലപ്പോഴും വരുന്ന ഞാനോ അവളെ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും പോയതുമില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായത്. പിന്നെ കാണിക്കുന്നത് അഭിയെയും അനഘയെയുമാണ് കേട്ടോ. അഭി അനഘയെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് പറയുകയാണ്, ഓമനേച്ചി ചായ എടുക്കാൻ പോയത് കൊണ്ട് ഞാനതങ്ങ് പറയാം. നിൻ്റെ മോളുടെ ബർത്ത്ഡേ ഉണ്ടല്ലോ, അവിടെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. നീ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിലും നിൻ്റെ മോളുടെ ബർത്ത്ഡേ ഇത്രയും കാലത്തിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടായിരിക്കും ഇപ്പം നടക്കാൻ പോകുന്നത്. അവളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും കൂടി. അവളുടെ ഇപ്പോഴത്തെ അച്ഛൻ ആദർശാണല്ലോ, അമ്മയുടെ സ്ഥാനത്ത് അവളുടെ ഭാര്യയും. നീ ഇവിടെ വെട്ടിയിട്ട് വാഴത്തട പോലെ കിടക്കുകയാണെങ്കിലും നിൻ്റെ മോളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ബർത്ത്ഡേ ഉണ്ടായിട്ടുണ്ടാവില്ല. നീ ഇനി റിക്കവറൊന്നും ആകാൻ പോകുന്നില്ല. നേരത്തെ ഒന്ന് മരിച്ച സ്ഥിതിക്ക് ഉടനെ തന്നെ നീ വീണ്ടും അതിലേക്ക് തന്നെ പൊക്കോളും. അപ്പം നിൻ്റെ ആത്മാവിനെ കണ്ട് സന്തോഷിക്കാം, നിൻ്റെ മോൾ നല്ല നിലയിൽ ജീവിക്കുന്നത്. അനന്തപുരി തറവാട്ടിലെ ഒരു അംഗമാവണം നിൻ്റെ മോളെന്നായിരുന്നല്ലോ നിൻ്റെ ആഗ്രഹം. അതെന്തായാലും സാധിച്ചു. ഇനി അവിടെയുള്ളവർ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. പിന്നെ എപ്പോഴെങ്കിലും ആ കുഞ്ഞ് എൻ്റേതാണെന്ന് തെളിയിക്കുന്നൊരു സന്ദർഭമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കൂടെ അവളും കാണും ആത്മാവായിട്ട്. അത് കേട്ട് അനഘ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. പാവം, അതിനെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് അഭി വീണ്ടും അത് കണ്ടിട്ട് അഭി പറയുകയാണ്, നീ കരയൊന്നും വേണ്ട മോളെ, നിൻ്റെ മോളെ അവിടെ നല്ല രീതിയിൽ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഇനി ഒരു DNA ടെസ്റ്റിനൊന്നും ആരും മുതിരില്ല. അതെ, എൻ്റെ ഭാഗ്യമാണ്. അപ്പോഴേക്കും ഓമന ചായയുമായിട്ട് എത്തി കേട്ടോ. അപ്പോൾ ഓമനടുത്ത് അഭി പറയുകയാണ്, അവിടെ അനഘയുടെ മോളുടെ ബർത്ത്ഡേ നടക്കുവാണ്. നമ്മളെല്ലാവരും ഗംഭീരമായിട്ട് അത് നടത്തുന്ന കാര്യം അനഘയോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അപ്പം ഓമന പറഞ്ഞു, ആ കുട്ടി ഇങ്ങനെ കിടക്കുകയാണെങ്കിലും നമ്മൾ പറയുന്നത് എല്ലാം അവൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുമുണ്ട്. അവളിപ്പോൾ ഒന്ന് സന്തോഷിക്കട്ടെ. സാർ എന്തായാലും ചായ കുടിക്കുക.
അപ്പോൾ അഭി പറയുകയാണ്, എൻ്റെ ഏട്ടനെ പറ്റിയൊരു അബദ്ധമാണ്. അനഘ പണ്ടേ തന്നെ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അനന്തപുരി തറവാട്ടിലെ മരുമോളായിട്ട് അവിടെ ജീവിക്കാമായിരുന്നു ചന്തുമോളുമായിട്ട്. പക്ഷേ ഇവളൊരു ബുദ്ധിമോശം കാണിച്ചു. അപ്പം ഓമന പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ആ സാറും സാറിൻ്റെ ഭാര്യയും ചന്തുമോളെ ഏറ്റെടുത്തല്ലോ. അപ്പോൾ ആ ദുഷ്ടനായ അഭി പറയുന്നത് എന്താണെന്ന് അറിയാവൂ, അത് അവരുടെ നല്ല മനസ്സുകൊണ്ടൊന്നുമല്ല. അനന്തപുരി തറവാട്ടിൽ ഒരു കാരണവരുണ്ട്, മൂർത്തി മുത്തശ്ശൻ. മുത്തശ്ശൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അനുസരിച്ചേ പറ്റുള്ളൂ. പിന്നെ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. പിന്നെ ആദർശേട്ടനോട് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും താക്കീതായിട്ടാണ് പറഞ്ഞത് ചന്തുമോളെ സ്വീകരിക്കുന്ന കാര്യം. പിന്നെ കീഴടങ്ങാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഓമന പറഞ്ഞു, ചിലപ്പം നിങ്ങളൊക്കെ വന്ന് സംസാരിച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര കരച്ചിലാണ് മോള്, എന്തൊക്കെയൊക്കെയോ പറയണം എന്നുണ്ട്. അത് കേട്ട് അഭി മനസ്സിലിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, പറഞ്ഞു തുടങ്ങിയാൽ ഇവൾക്ക് പിന്നെ നാവും ഉണ്ടാകില്ല, ശ്വാസവും ഉണ്ടാകില്ല. പിന്നെ കാണാം നമ്മുടെ നയനയും ആദർശും ചന്തുമോളും കൂടെ അമ്പലത്തിലേക്ക് എത്തുന്നതാണ് കേട്ടോ. അവർ കാറിൽ ഇറങ്ങി അവർ രണ്ടുപേരും കൂടെ മോളെയും കൈ പിടിച്ച് നടക്കുമ്പോഴുണ്ട് കനക അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. കനകയെ കണ്ട് ഇവരും ഷോക്കായി, കനക ഇവരെ കണ്ടും ഷോക്കായി. അമ്മയെ കണ്ടിട്ട് ആദർശാകെ വല്ലാതായി കേട്ടോ. അപ്പം നയന പറഞ്ഞു, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മയെ കാണുമ്പോൾ ഇങ്ങനെ പതറുന്നത്, ആദർശേട്ടൻ വാ എന്ന് പറഞ്ഞ് അവർ മുമ്പോട്ട് നടക്കുകയാണ്. നയന കനകയെ തിരിച്ചു, അമ്മ എപ്പോഴാണ് വന്നത്? അപ്പോൾ കനക പറഞ്ഞു, കുറച്ച് നേരമായി. എന്നിട്ട് നയന ചന്തുമോളടുത്ത് പറയുകയാണ്, മോളെ ഇതാണ് മോളുടെ അമ്മമ്മ. അത് കേട്ടതും കനകയുടെ മുഖം ഒന്ന് കാണണം കേട്ടോ. ദേ ഞാൻ അവരുടെ അമ്മമ്മയൊന്നുമല്ല എന്ന് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പറഞ്ഞു കേട്ടോ. അത് കേട്ടതും ആദർശ ചന്തുമോളുടെ കൈയും പിടിച്ച് മോള് വാ എന്നും പറഞ്ഞ് അങ്ങ് പോയി. നയന ആകെ സങ്കടപ്പെട്ട് നിന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മ ഇത്? ആദർശേട്ടനെ കണ്ടിട്ട് അമ്മയൊന്ന് മിണ്ടാത്തത് പോലും എന്താ? കനകയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ആഹാ ഞാൻ എന്താ മിണ്ടേണ്ടത്? എൻ്റെ മനസ്സിലുള്ളത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിനക്കും നിൻ്റെ ഭാർത്താവിനും അത് ഇഷ്ടപ്പെടില്ല. അമ്പലനടയിൽ വെച്ചേ എനിക്കതൊന്നും പറയാനും താല്പര്യമില്ല. അപ്പം നയന പറഞ്ഞു, അച്ഛനും അമ്മയും ഒരു കാര്യം മനസ്സിലാക്കണം, ആദർശേട്ടൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ആദർശേട്ടൻ്റെ ഭാഗത്ത് നിൽക്കില്ല. അപ്പം ആ പോയ കൊച്ച് അവൻ്റെ അല്ല എന്നാണോ നീ പറയുന്നത് എന്ന് കനക ഉടനെ തന്നെ ചോദിച്ചു. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? ആ കൊച്ചിനൊരു അമ്മയില്ലേ? അങ്ങനെ ഒരു അമ്മയുണ്ടെങ്കിൽ ആ ആദർശം അമ്മയുമായിട്ട് അടുപ്പമുണ്ടായിട്ടല്ലേ ആ കൊച്ച് ആദർശിൻ്റെ അച്ഛനായത്? ഭഗവാനോട് നിൻ്റെ ജീവിതം രക്ഷപ്പെടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആ പോയ കൊച്ച് നിങ്ങൾക്കിടയിൽ നിന്ന് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കേട്ട് നയന ഷോക്കായി കേട്ടോ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? ഇനി എന്തൊക്കെയാണെങ്കിലും ചന്തുമോളെ വിട്ട് എനിക്കൊരു ജീവിതമില്ല. അപ്പം കനക ചോദിച്ചു, ഇത്രയധികം സ്നേഹിക്കാൻ ആ കൊച്ച് നിൻ്റെ കുഞ്ഞാണോ? അപ്പം നയന പറഞ്ഞ്, അതെ എൻ്റെ കുഞ്ഞാണ്. അതിനൊരു അമ്മയുണ്ട്. ആ അമ്മ ഇനി ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ച് വരില്ല. അതുകൊണ്ട് ഇനി ആ മോൾക്ക് ഞാൻ തന്നെയാണ് അമ്മ. ഇതൊക്കെ കേട്ട് കനകയ്ക്ക് ആകെ ദേഷ്യം വരുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മായിയമ്മയും കൂടെ സ്നേഹിച്ച് തുടങ്ങിയതിന് ശേഷം പിന്നെ നിനക്ക് ആ വീട്ടിൽ നിന്ന് വിട്ടു വരാൻ വയ്യ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും പെൺകുട്ടി ആ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുമോ? നയനെ, നീ എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഫാമിലിയായിട്ട് തൊഴാൻ വന്നതല്ലേ, പോയി തൊഴു എന്നും പറഞ്ഞ് കനക ദേഷ്യം കൊണ്ടങ്ങ് പോയി കേട്ടോ. നയനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ആദർശ് നയനെടുത്ത് ചോദിച്ചു, എന്താ അമ്മ പറഞ്ഞത്? അപ്പം നയന പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്ന് ഊഹിക്കാമല്ലോ. സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ആദർശേട്ടന് നന്നായിട്ട് അറിയുന്ന അമ്മ പോലും സത്യങ്ങൾ അറിയുന്നതിന് മുന്നേ ആദർശേട്ടനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം പറയണോ? അപ്പം ആദർശ് പറഞ്ഞു, ഇപ്പം ഞാൻ മോളുടെ ജീവിതം തകർത്ത മരുമോനായി അല്ലേ? അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ മനസ്സ് മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആദർശേട്ടാ എന്ന് നയന പറഞ്ഞു. അപ്പം ആദർശ് പറയുകയാണേ, അതിന് പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല, അച്ഛനും അമ്മയും സത്യങ്ങൾ തിരിച്ചറിയണം. അപ്പം നയന പറഞ്ഞു, അപ്പം അവരുടെ സങ്കടം മാറുമോ? ഒരു മരുമകൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നറിയുമ്പോൾ മറ്റൊരു മരുമകൻ തെറ്റാണെന്ന് അവരറിയുകയല്ലേ? അപ്പോൾ ആദർശ് പറഞ്ഞു, അത് ശരിയാ, തൽക്കാലം നവ്യയുടെ ജീവിതം ശരിയായി എന്ന് കരുതി അവരാശ്വസിച്ചോട്ടെ. അപ്പോഴും ഒരു കാര്യമുണ്ട്, അഭി ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഉണ്ടല്ലോ വെറും അഭിനയമാണ്. അവൻ ഇനിയും നവ്യയെ ചതിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കേട്ട് നയന പറയുകയാണേ, ആദർശേട്ട ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഒരു വലിയ തെറ്റ് ഞാൻ ആദർശേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് തന്നെ. പക്ഷേ അപ്പോഴും എനിക്ക് ചേച്ചിയോടൊരു നീരസമുണ്ട്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അഭിക്കും അവൻ്റെ അമ്മയ്ക്കുമൊപ്പം നിന്ന് നവ്യേച്ചി നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഇപ്പം ഏത് നേരം ആദർശേട്ടനെ വെറുക്കുന്ന ചേച്ചി എന്നെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോൾ കുറച്ചൊക്കെ പക്വതയോടെ സംസാരിക്കണ്ടേ?
അപ്പം ആദർശ് പറഞ്ഞു, അതിനെ നീ അല്ല നവ്യ, നിങ്ങൾ 3 പേരിൽ ഏറ്റവും കൂടുതൽ എടുത്തുചാട്ടവും സ്വാർത്ഥതയും ഉള്ളത് അവൾക്കാണ്. പിന്നെ ഇടയ്ക്കൊന്ന് മാറിയെന്ന് മാത്രം. സാരമില്ല, തൽക്കാലം ഇങ്ങനെയൊക്കെ തന്നെ മുമ്പോട്ട് പോകട്ടെ, നീ വാ. പിന്നെ അവർ പോറ്റിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. പോറ്റി വന്നിട്ട് പറഞ്ഞു, അതെ, ചന്തുമോളുടെ പേരിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞ എല്ലാ വഴിപാടുകളും നടത്തിയിട്ടുണ്ട്. ഇനി ഐശ്വര്യമായിട്ട് പ്രസാദം വാങ്ങിച്ചോളൂ. അപ്പം അവർ, മോളെ ഇതാ പ്രസാദം വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് മോളുടെ കൈ നീട്ടിച്ചു കൊടുത്തു. മോളെ കൊണ്ട് തിരുമേനിക്ക് ദക്ഷിണയും കൊടുപ്പിച്ചു. തിരുമേനി നന്നായി വരുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത് മോൻ്റെ കുഞ്ഞാണെന്ന് ജലജ വന്നപ്പോൾ പറഞ്ഞിരുന്നായിരുന്നു. അത് കേട്ട് അവരൊന്ന് ഞെട്ടി കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഓഹോ, അപ്പം അപ്പച്ചി ഇത് എൻ്റെ കുഞ്ഞാണെന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലേ? ആ, കേട്ടത് സത്യം തന്നെയാണ്, ഇതെൻ്റെ കുഞ്ഞ് തന്നെയാണ്. ഇനി കൂടുതലൊന്നും ചോദിക്കേണ്ട തിരുമേനി, അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് നമുക്ക് മാത്രം അറിയാവുന്ന കഥയാണ്. അങ്ങനെ അവരവിടെ നിന്നും തിരിച്ച് നടന്നു. എന്നിട്ട് നയന ആദർശിന് കുറി തൊട്ടും കൊടുത്തു. എന്നിട്ട് നയന പറയുകയാണ്, പുറം ലോകത്തൊക്കെ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പച്ചി. അപ്പം ആദർശ് പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല നയനെ, അവരത് ചെയ്യും. അവരുടെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യുന്നത്. എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പം നയന പറഞ്ഞു, ഇനിയിപ്പം നമ്മളായിട്ട് ആരെയും ജീവിതം തകർക്കണ്ട ആദർശേട്ടാ. നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ സത്യം അറിയാമല്ലോ. കാര്യങ്ങൾ പരിധി വിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ നടന്നതെല്ലാം പറയും. അത് പറയാതിരിക്കേണ്ടത് തെറ്റ് ചെയ്തവരുടെ പ്രവൃത്തിക്കനുസരിച്ചിരിക്കും. പിന്നെ കാണിക്കുക നമ്മുടെ നവ്യയാണ് കേട്ടോ. നവ്യ മുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് അഭി അവിടെ വന്നേക്കുവാണേ. എന്നിട്ട് പറഞ്ഞ്, ഓ, ഭാര്യയും ഭർത്താവും കൂടെ ആ കൊച്ചിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയിക്കുകയാണ്. ഈ അടുത്തൊന്നും ഇവിടെ ഇത്രയും മനോഹരമായിട്ട് ആരുടെയും ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നവ്യ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അഭി, നീ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അഭി പറഞ്ഞു, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കിതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നവ്യ പറയുകയാണേ, നമുക്കേ ആ സമയത്ത് ഇവിടെ നിന്ന് മാറി നിൽക്കാം. നമുക്ക് അങ്ങനെ നമ്മുടെ പ്രതിഷേധം അറിയിക്കാം. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. അമ്മയോടാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാനുമുണ്ട്. അപ്പോൾ അഭി പറഞ്ഞു, ദേ, നിൻ്റെ അച്ഛന് ഒന്നത് വയ്യാതിരിക്കുകയാണ് കേട്ടോ, വെറുതെ ഇനി പ്രഷർ കൂടുതൽ കയറ്റണ്ട. അപ്പം നവ്യ പറഞ്ഞു, അച്ഛൻ എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോഴേക്കും കുഞ്ഞ് കരഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നവ്യ പോയി താരാട്ട് പാടുകയാണ്. ഇവിടെ ഉള്ളവരൊക്കെ ചന്തുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അവരെക്കാൾ കൂടുതൽ താല്പര്യത്തോടെയല്ലേ നയന ഓരോന്ന് ചെയ്യുന്നത്. അവൾ ആ വീട് മൊത്തം അലങ്കരിച്ചത് ആനിക്കൊപ്പം ചേർന്നിട്ട്. അതൊക്കെ അമ്മയോടും അച്ഛനോടും പറഞ്ഞേ പറ്റത്തുള്ളൂ. അവർ പറഞ്ഞാലേ അവൾക്ക് എന്തെങ്കിലും മനമാറ്റം ഉണ്ടാവൂ. അപ്പോൾ അഭി പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം. ഇനി മുത്തശ്ശനെങ്ങാനും സ്ട്രിക്റ്റായിട്ട് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കുഴഞ്ഞത് തന്നെ. അപ്പോൾ നവ്യ പറയുകയാണേ, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ എങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയും, ഞങ്ങൾക്ക് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന്. അപ്പം അഭി പറഞ്ഞു, ഇതൊരു വഴക്കാക്കണോ നവ്യേ? അപ്പം നവ്യ ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണേ, നമ്മളിവിടെ നിൽക്കാൻ പാടില്ല അഭി, നീ വന്നില്ലെങ്കിലേ ഞാൻ പോകും. അപ്പം അഭി പറഞ്ഞു, ദേ, ഇത് കഴിഞ്ഞാലേ പിന്നെ ഓണമാണ്. ഓണത്തിന് അവൾക്കൊപ്പം ഇരുന്ന് ഉണ്ണേണ്ടി വരുമോന്നാണ് എൻ്റെ പേടി. അപ്പം നവ്യ പറഞ്ഞു, അന്ന് നമ്മൾ മാറി നിൽക്കും. എന്താ എൻ്റെ വീട്ടിൽ പോയി ഓണം ഉണ്ടാ പ്രശ്നം? ഓണത്തിന് ഇവിടെ എല്ലാവരും ഉണ്ടാവണമെന്നാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹം. അപ്പം നവ്യ പറഞ്ഞു, നമ്മൾക്കുമില്ലേ ഓരോ പ്രാധാന്യങ്ങളൊക്കെ. എൻ്റെ മോളെക്കാളും ഒരുപാട് സ്നേഹമാണ് ഇവിടെ എല്ലാവരും ചന്തുമോൾക്ക് കൊടുക്കുന്നത്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്തായാലും പോയിട്ട് റെഡിയാവ്, നമുക്ക് പോകാം. അപ്പോൾ അബിയുടെ ഒരു പോക്കുണ്ട് കേട്ടോ, മനസ്സിലിങ്ങനെ സന്തോഷം കൊണ്ട് ഇവളെ അവൻ്റെ വഴിക്ക് നവ്യ വന്നു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പോഴേക്കും നയനയും ആദർശം തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദർശം ഒന്ന് കുഞ്ഞിനോട് പറഞ്ഞു, അപ്പോഴേ ഇനി മാലാക കുട്ടിയായിട്ട് നമുക്ക് ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നയനാമ്മ എപ്പം മോളെ ഒരുക്കും കേട്ടോ. അപ്പോൾ ചന്ദമോള് പറഞ്ഞു, അവരകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് കേട്ടോ അഭിയും നയനയും കുഞ്ഞുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. നയന വന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? അപ്പം നവ്യ പറഞ്ഞു, ഇവിടെ നടക്കുന്ന പേക്കൂത്ത് കാണാനേ ഞങ്ങൾക്ക് വയ്യ, അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പം നയന പറഞ്ഞു, ഇന്ന് തന്നെ പോകണോ ചേച്ചി? ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് പോയാൽ പോരെ? അപ്പം നവ്യ പറയണേ, എന്ത് ഫംഗ്ഷൻ? നിൻ്റെ കാര്യമോർത്തിട്ടേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നയനെ. നീയാ ഈ വീട് മൊത്തം അലങ്കരിച്ചത്, അതിൻ്റെ ആവശ്യം എന്താ? അതൊന്നും പോരാഞ്ഞിട്ട് ഇവളെ കൊണ്ട് അമ്പലത്തിൽ പോയേക്കുന്നു, എന്നിട്ട് പാൽപ്പായസമൊക്കെ കഴിപ്പിച്ചോ? അപ്പം നയനയ്ക്കും ദേഷ്യം വന്നു കേട്ടോ. അപ്പം നയന പറഞ്ഞു, പാൽപ്പായസം മാത്രമല്ല കടും പായസവും പിന്നെ വഴിപാടുകളും എല്ലാം കഴിപ്പിച്ചു, എന്താ കുഴപ്പം? അപ്പം അഭി പറഞ്ഞു, ദേ നവ്യ, വെറുതെ വഴക്ക് വേണ്ട, നമുക്ക് പോകാം. അപ്പം ആദർശ് ചോദിച്ചു, നീ നിൽക്കുന്നില്ലേ? അപ്പം അഭി പറയുകയാണേ, ഞാൻ നിൽക്കുന്നില്ല, ഇവൾ പറഞ്ഞത് കേട്ടില്ലേ?
അപ്പോൾ ആദർശ് മനസ്സിൽ പറയണേ, സ്വന്തം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, അതവൻ അറിയാം, എന്നിട്ടും അവൻ പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ നയന പറഞ്ഞു, നിൽക്കാത്തവരൊന്നും നിൽക്കണ്ട, ഇനി നിങ്ങളെ ആരെയും പിടിച്ചു നിർത്താൻ ഞങ്ങളോട്ട് ശ്രമിക്കുന്നുമില്ല. അപ്പോൾ നവ്യ പറഞ്ഞു, ആ അതാ നല്ലത്, നിനക്കറിയാം ഇതൊക്കെ അറിയുമ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും എത്രമാത്രം വിഷമിക്കുമെന്നുള്ളത്. അപ്പം നയന പറഞ്ഞു, ഇനി അവിടെ ചെന്നിട്ട് അച്ഛനെയും അമ്മയും കൂടുതൽ സങ്കടപ്പെടുത്തല്ലേ. അപ്പം നവ്യ പറഞ്ഞു, ഓ ഞാനെന്തിനാ സങ്കടപ്പെടുത്തുന്നത്, ദേ ഈ നിൽക്കുന്ന ആളിനെയാണ് നമ്മളുടെ അച്ഛനും അമ്മയും കണ്ണടച്ച് സ്നേഹിച്ചത് ഇത്രയും നാളും. ഇതുപോലൊരു മരുമകനെ കിട്ടിയത് മഹാഭാഗ്യമാണെന്ന് പറഞ്ഞതാണ്. എന്നിട്ടാ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. അപ്പോൾ ആദർശ് പറഞ്ഞു, അതാ നല്ലത്, തൽക്കാലമേ നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കുമില്ല, അതുകൊണ്ട് പോകാൻ ഇറങ്ങിയവർക്കൊക്കെ പോകാം. അങ്ങനെ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നാളെ പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ഈ ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ബൈ, നാളെ കാണാം.